അമേരിക്കയും ഇറാനും തമ്മിലുള്ള പരോക്ഷ യുദ്ധം മിഡിൽ ഈസ്റ്റിൽ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ട് മുന്നേറുമ്പോൾ US പ്രതിരോധ ശൃംഖലയുടെ കണ്ണ് തകർത്തുവെന്ന അവകാശവാദവുമായി ഇറാൻ അനുകൂല കേന്ദ്രങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ വ്യോമനാവിക നീക്കങ്ങളുടെ കാവൽക്കാരനായിരുന്ന ബഹ്റൈനിലെ അതീവ തന്ത്രപ്രധാനമായ US റഡാർ സംവിധാനം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തകർത്തതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇറാന്റെ പക്കൽ നിന്നുള്ള അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ബഹ്റൈൻ അതിർത്തി കടന്ന് ഈ താവളത്തിൽ പതിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര പ്രതിരോധ നിരീക്ഷകരും വിവിധ മാധ്യമങ്ങളും പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ബഹ്റൈനിലെ ഏറ്റവും ഉയർന്ന ഭൂപ്രദേശമായ ജബൽ അദ് ദുഖാനിൽ സ്ഥാപിച്ചിരുന്ന US സൈന്യത്തിന്റെ AR-327 കോർഡിനേറ്റ് ഏർലി വാർണിംഗ് റഡാർ സംവിധാനമാണ് ആക്രമണത്തിന് ഇരയായത്. ഇന്റർനെറ്റിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ ഈ റഡാർ സ്റ്റേഷൻ പൂർണ്ണമായും തകർന്ന നിലയിലാണ് കാണിക്കുന്നത്. റഡാർ നിലനിന്നിരുന്ന തന്ത്രപ്രധാനമായ കുന്നിന് മുകളിൽ നിന്ന് വൻതോതിൽ പുകയുയരുന്ന ദൃശ്യങ്ങളും രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചിട്ടുണ്ട്. ഹോർമസ് കടലിടുക്കിലൂടെയും അറബിക്കടലിലൂടെയുമുള്ള എല്ലാവിധ വ്യോമനാവിക ചലനങ്ങളെയും നിരീക്ഷിക്കാൻ അമേരിക്കൻ സൈന്യം പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ഈ ഏർലി വാർണിംഗ് റഡാറുകളെയായിരുന്നു. ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള മിസൈൽ വിക്ഷേപണങ്ങൾ മിനിറ്റുകൾക്കകം തിരിച്ചറിയാനും പ്രതിരോധ സംവിധാനങ്ങളെ സജ്ജമാക്കാനും ഈ സംവിധാനത്തിനാണ് കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ റഡാർ സ്റ്റേഷന് നേരെയുണ്ടായ പ്രഹരം മേഖലയിലെ US വ്യോമ പ്രതിരോധ ശൃംഖലയിൽ താൽക്കാലികമായെങ്കിലും ഒരു ബ്ലൈൻഡ് സ്പോട്ട് അഥവാ അന്ധമായ മേഖല സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് മിലിറ്ററി വിദഗ്ധർ വിലയിരുത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പുകൾക്ക് പിന്നാലെ US വ്യോമസേന ഇറാനിലെ പ്രധാന നഗരങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇതിന് പകരമായാണ് ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളും ഉപയോഗിച്ച് ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് കനത്ത തിരിച്ചടി നൽകിയത്. തങ്ങളുടെ പരമാധികാരം ലംഘിച്ച US-ന് കൃത്യമായ മറുപടിയാണ് നൽകിയതെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഈ കൂട്ടായ ആക്രമണത്തിന്റെ ഭാഗമായാണ് ബഹ്റൈനിലെ US നാവികസേനയുടെ 5th ഫ്ലീറ്റ് ആസ്ഥാനത്തിന് കാവലായിരുന്ന ജബൽ അദ് ദുഖാൻ റഡാർ കേന്ദ്രവും തകർന്നത്. നയതന്ത്ര തലത്തിൽ ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും യുദ്ധഭൂമിയിലെ ഈ പുതിയ മുന്നേറ്റം ഇറാൻ തങ്ങളുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുകയാണ്. അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ പ്രതിരോധ കോട്ടകളെ തകർക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. എന്നാൽ ഈ കനത്ത മിസൈൽ വർഷം ബഹ്റൈനിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസൈലുകളെയും ഡ്രോണുകളെയും ബഹ്റൈൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വായുവിൽ വെച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവയുടെ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലകളിലേക്ക് പതിക്കുകയായിരുന്നു. തലസ്ഥാന നഗരമായ മനാമിയുടെ പരിസരങ്ങളിലെ നിരവധി വീടുകൾക്കും വാഹനങ്ങൾക്കും ഈ അവശിഷ്ടങ്ങൾ വീണ് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ 11 വയസ്സുള്ള ഒരു ബഹ്റൈനി പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റതായും ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഈ പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിയുടെ പരിക്ക് ബഹ്റൈൻ ജനതയ്ക്കുള്ളിൽ വലിയ തോതിലുള്ള പ്രകോപനത്തിനും അമർഷത്തിനും കാരണമായിട്ടുണ്ട്. ശത്രുത തങ്ങൾ തമ്മിലല്ലെങ്കിലും വലിയ ശക്തികളുടെ യുദ്ധത്തിൽ ഇരകളാക്കേണ്ടി വരുന്നത് തങ്ങളുടെ രാജ്യത്തെ സാധാരണക്കാരാണെന്ന ബോധ്യം അവർക്കുണ്ടായിട്ടുണ്ട്. ബഹ്റൈൻ ഭരണകൂടം ഇറാന്റെ ഈ ആവർത്തിച്ചുള്ള ആക്രമണങ്ങളെ കടുത്ത ഭാഷയിലാണ് അപലപിച്ചിരിക്കുന്നത്. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം നീക്കങ്ങൾ വെച്ചു കുറിപ്പിക്കില്ലെന്നും തങ്ങളുടെ മണ്ണിലുള്ള വിദേശ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് അയൽ രാജ്യങ്ങൾ ആക്രമണം നടത്തുന്നത് പ്രാദേശിക സുസ്ഥിരത തകർക്കുമെന്നും ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം താക്കീത് നൽകി. US-മായി ചേർന്ന് സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കർശനമാക്കാനാണ് ബഹ്റൈന്റെ തീരുമാനം. കുവൈറ്റിലും ജോർദാനിലും സമാനമായ രീതിയിൽ ഇറാന്റെ മിസൈലുകൾ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലെ റഡാർ സംവിധാനങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് കുവൈറ്റിന് തങ്ങളുടെ വ്യോമാതിർത്തി താൽക്കാലികമായി അടച്ചിടേണ്ടി വന്നിരുന്നു. ഒരേ സമയം 3 രാജ്യങ്ങളിലെ US കേന്ദ്രങ്ങളെ അടിച്ചമർത്താൻ ഇറാന് കഴിഞ്ഞത് അവരുടെ മിസൈൽ വിന്യാസ ശേഷിയുടെ വ്യാപ്തി തെളിയിക്കുന്നതാണ്. US സെൻട്രൽ കമാൻഡ് ജബൽ അദ് ദുഖാനിലെ റഡാർ നാശനഷ്ടങ്ങളെ കുറിച്ച് വ്യക്തമായ ഔദ്യോഗിക പ്രതികരണങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ കപ്പലുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ അമേരിക്ക കൂടുതൽ യുദ്ധക്കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലേക്ക് അയക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടം ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളായ ഖാർക്ക് ഐലൻഡ് പിടിച്ചെടുക്കുമെന്ന ഭീഷണി ഇതിനകം തന്നെ ഉയർത്തിക്കഴിഞ്ഞു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കുന്നത് ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ ഭീഷണികൾക്ക് മുൻപിൽ തങ്ങൾ കീഴടങ്ങില്ല എന്നാണ്.
അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന എണ്ണ ഉപരോധവും സാമ്പത്തിക വിലക്കുകളും പൂർണ്ണമായി നീക്കാതെ ചർച്ചകളിൽ ഒരു അന്തിമ തീരുമാനവും ഉണ്ടാകില്ലെന്ന നിലപാടിലാണ് ടെഹ്റാൻ. ഈ ഒരു വാശി തന്നെയാണ് ഇപ്പോൾ ഗൾഫ് മേഖലയെ യുദ്ധക്കളമാക്കി മാറ്റുന്നത്. ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണുന്ന നാശനഷ്ടങ്ങൾ അമേരിക്കൻ നാവികസേനയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്ന് സൈനിക നിരീക്ഷകർ പറയുന്നു. റഡാറുകൾ തകരുന്നതോടെ ഇറാന്റെ പുതിയ മിസൈൽ വിക്ഷേപണങ്ങൾ മുൻകൂട്ടി കാണാൻ യുഎസിന് സാധിക്കാതെ വരും. ഇത് വരും ദിവസങ്ങളിൽ ഇറാന് കൂടുതൽ തന്ത്രപരമായ മേധാവിത്വം നൽകിയേക്കാം. ഈ അന്താരാഷ്ട്ര പ്രതിസന്ധി ആഗോള എണ്ണ വിപണിയെയും വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം കാരണം ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങൾക്ക് ഈ യുദ്ധം വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് സമ്മാനിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ജബൽ അദ് ദുഖാൻ റഡാർ ആക്രമണങ്ങൾക്ക് പകരമായി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കടുത്ത സൈനിക നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന ഭീതിയിലാണ് മിഡിൽ ഈസ്റ്റ്. ആകാശത്തും ഭൂമിയിലും ഒരേപോലെ ചോര ചിന്തുന്ന ഈ ചോരക്കളി ഗൾഫ് രാജ്യങ്ങളുടെ നാളെയെ ആശങ്കയിലാക്കുന്നു.